വസന്തത്തിന്റെ ആരംഭത്തിലെ തണുത്ത പ്രഭാതമായിരുന്നു അത്. പ്രഭാത ഭക്ഷണത്തിനു ശേഷം ബേക്കൽ സ്ട്രീറ്റിലെ പഴയ മുറിയിൽ നെരിപ്പോടിന് ഇരുപുറവുമായി ഇരിക്കുകയായിരുന്നു ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഞാനും ഷെർലക് ഹോംസും. ഈ എന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഡോക്ടർ വാട്സൺ. വീടുകളുടെ നിരക്കിടയിൽ മൂടൽമഞ്ഞ് ഊർന്നിറങ്ങി. കനത്ത മഞ്ഞിൻ വലയത്തിൽ പുറത്തേക്കുള്ള ജനലുകൾ ആകൃതി കെട്ട ഇരുണ്ട രൂപങ്ങൾ പോലെ തോന്നി. വിളക്കുകൾ കൊളുത്തിയിരുന്നു. ആ പ്രകാശത്തിൽ ലോഹപാത്രങ്ങളും കളിമൺ പാത്രങ്ങളും തിളങ്ങി. അപ്പോഴും മേശ വെടിപ്പായിരുന്നില്ല. അധിക നേരവും ഷെർലക് ഹോംസ് നിശബ്ദനായിരുന്നു. പത്രങ്ങളിലെ പരസ്യഗോളങ്ങളിൽ അദ്ദേഹം മുഴുകിയിരിക്കുകയായിരുന്നു. അവസാനം ആ പരിശോധന മതിയാക്കി എൻ്റെ സാഹിത്യരചനയിലെ ന്യൂനതകളെക്കുറിച്ച് അത്ര ഹൃദ്യമല്ലാത്ത ഭാവത്തിൽ പ്രസംഗിക്കാനും തയ്യാറായി. അങ്ങനെ ഞങ്ങൾ പലതും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇന്ന് രാവിലെ കിട്ടിയ ആ കുറിപ്പ് അദ്ദേഹം എൻ്റെ കയ്യിലേക്ക് വച്ചു തന്നത്. വാട്സൺ, ഇതൊന്ന് വായിച്ചു നോക്കൂ. ചുരുട്ടിക്കൂട്ടിയ ഒരെഴുത്ത് അദ്ദേഹം എനിക്കിട്ട് തന്നു. മൊണ്ടേഗ് പ്ലേസിൽ നിന്നും തലേന്ന് വൈകുന്നേരം എഴുതിയത് ഇപ്രകാരമായിരുന്നു: പ്രിയപ്പെട്ട മിസ്റ്റർ ഹോംസ്, എനിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ആയയുടെ ജോലി സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് അങ്ങയോട് ആലോചിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കൾക്ക് അസൗകര്യമാവില്ലെങ്കിൽ നാളെ 10:30 മണിക്ക് ഞാൻ വരാം. അങ്ങയുടെ വിശ്വസ്ത വയലറ്റ് ഹണ്ടർ. കത്ത് വായിച്ച ശേഷം ഞാൻ ഹോംസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ യുവതിയെ അറിയാമോ? എനിക്കറിയില്ല. ഇപ്പോൾ 10:30 കഴിഞ്ഞല്ലോ. ഉവ്, അവളാണ് ആ മണിയടിക്കുന്നത്, സംശയമില്ല. അപ്പോഴും മണിശബ്ദം പുറത്ത് മുഴങ്ങുന്നുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നതിലും രസമുള്ള ഒരു കേസായിരിക്കും ഇത്. ആദ്യം വെറുമൊരു തമാശയായി തോന്നിയ ആ നീലരത്നത്തിൻ്റെ കാര്യം ഓർക്കുന്നില്ലേ? അത് വളരെ ഗൗരവമായ അന്വേഷണത്തിന് വഴിയൊരുക്കി. ഈ കേസും അതുപോലെ ഒന്നാവാൻ സാധ്യതയുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു ഹോംസ്. കൊള്ളാം വാട്സൺ, നമുക്കങ്ങനെ ആശിക്കാം. ഏതായാലും സംശയം ഉടനെ തീരും. നാം പറഞ്ഞ ആളിതാ വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞതിനിടയിൽ വാതിൽ തുറന്ന് ഒരു ചെറുപ്പക്കാരി മുറിയിലേക്ക് കടന്നു വന്നു. അവർ ലളിതമായും വൃത്തിയായും വസ്ത്രം ധരിച്ചിരുന്നു. ചൊടിയും ചൈതന്യവുമുള്ള മുഖം, അങ്ങങ്ങ് ചില മുഖക്കുരു. തൻ്റെ ഇടമുള്ള ഒരു സ്ത്രീയുടെ ചുറുചുറുക്കാർന്ന രീതികൾ. ഹോംസ് അവളെ സ്വീകരിക്കാൻ എഴുന്നേറ്റപ്പോൾ അവൾ പറഞ്ഞു, അങ്ങയെ ശല്യപ്പെടുത്തിയതിൽ ക്ഷമിക്കണം. എനിക്ക് വളരെ വിചിത്രമായ ഒരു അനുഭവമുണ്ടായി. ഉപദേശം തേടാൻ മാതാപിതാക്കളോ ബന്ധുക്കളോ എനിക്കില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാൻ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഇരിക്കൂ മിസ് ഹണ്ടർ, നിങ്ങളെ സഹായിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഈ പുതിയ കക്ഷിയുടെ സംസാരവും രീതികളും ഹോംസിനെ പിടിച്ചുവെന്ന് എനിക്ക് മനസ്സിലായി. അന്വേഷണ കൗതുകമാർന്ന രീതിയിൽ അദ്ദേഹം അവരെ ആകെ ഒന്ന് നോക്കി. പിന്നെ കണ്ണുകളടച്ച് കൈവിരലുകൾ കൂട്ടിപ്പിണച്ച് അവളുടെ കഥ കേൾക്കാൻ തയ്യാറായിരുന്നു. കേണൽ സ്പെൻസ് മൺറോയുടെ കുടുംബത്തിൽ 5 വർഷമായി ഞാൻ ആയയായി ജോലി ചെയ്യുന്നു. 2 മാസം മുമ്പ് കേണലിന് നോവ സ്കോട്ടിയയിലെ ഹാലിഫാസ്കിൽ നിയമനം കിട്ടി. അദ്ദേഹത്തിൻ്റെ കുട്ടിയെ അമേരിക്കയിലേക്ക് കൂടെ കൊണ്ടുപോയി. അതിനാൽ എനിക്ക് ജോലിയില്ലാതായി. ഞാൻ പരസ്യം ചെയ്തു, പരസ്യങ്ങൾക്ക് മറുപടി അയച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. ഓരോ ദിവസം കഴിയും തോറും എൻ്റെ സമ്പാദ്യവും കുറഞ്ഞു വന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഞാൻ ആകെ വിഷമിച്ചു. വെസ്റ്റ് എൻഡിൽ ആയമാർക്ക് വേണ്ടി വെസ്റ്റ് വേയ്സ് എന്ന പ്രസിദ്ധമായ ഒരു ഏജൻസിയുണ്ട്. എനിക്ക് തരപ്പെടുന്ന എന്തെങ്കിലും ജോലി കിട്ടുമോ എന്നറിയാൻ ആഴ്ചയിലൊരിക്കൽ ഞാൻ അവിടെ പോയിക്കൊണ്ടിരുന്നു. വെസ്റ്റ് വേ എന്നത് അതിൻ്റെ സ്ഥാപകൻ്റെ പേരാണ്. എന്നാൽ സത്യത്തിൽ അത് നടത്തിയിരുന്നത് മിസ്റ്റർ സ്റ്റോപ്പർ ആയിരുന്നു. മിസ് സ്റ്റോപ്പർ അവളുടെ ചെറിയ ഓഫീസിലിരിക്കും. ജോലി അന്വേഷിക്കുന്ന യുവതികൾ അടുത്ത മുറിയിലും കാത്തിരിക്കും. എന്നിട്ട് ഓരോരുത്തരെയായി വിളിച്ച് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ജോലി ഒഴിവുകൾ ഓരോന്നായി കാണിച്ചു കൊടുക്കും. ജോലിക്കാരെ ആവശ്യപ്പെട്ടവരുമായി ആലോചിച്ച് ഉചിതമായ ജോലിക്കാര്യം നിശ്ചയിക്കുകയും ചെയ്യും. അവരെ കാണാൻ പതിവ് പോലെ കഴിഞ്ഞ ആഴ്ച ഞാൻ ചെന്നപ്പോൾ മിസ് സ്റ്റോപ്പർ തനിയെ ആയിരുന്നില്ല. വല്ലാതെ തടിച്ച പ്രസന്ന മുഖമുള്ള ഒരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു. കനത്ത താടിയേല്, മൂക്കത്ത് കണ്ണട. കടന്നു വരുന്ന ഓരോരുത്തരെയും വളരെ താല്പര്യത്തോടെ അയാൾ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ കടന്നു ചെന്ന ഉടനെ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് മിസ് സ്റ്റോപ്പറിന് നേരെ വേഗം തിരിഞ്ഞ് അയാൾ പറഞ്ഞു,
ഇത് മതി, ഇതിലും നല്ലത് എനിക്ക് ചോദിക്കാനില്ല. ഒന്നാന്തരം, ഒന്നാന്തരം. അയാൾക്ക് വളരെ ഉത്സാഹമുള്ളതായി തോന്നി. ഉത്സാഹത്തോടെ അയാൾ കൈകൾ കൂട്ടിത്തിരുമ്മി. കാഴ്ചയിൽ ഉല്ലാസപ്രദനായ അയാളെ നോക്കുന്നത് തന്നെ വളരെ രസമായിരുന്നു. മിസ്, നിങ്ങളൊരു ജോലി തേടുകയല്ലേ? അതെ സാർ. ആയയുടെ ജോലിയാണോ? അതെ. എന്ത് ശമ്പളമാണ് നിങ്ങൾ ചോദിക്കുന്നത്? അയാൾ എന്നോട് ചോദിച്ചു. ഒടുവിൽ ജോലി ചെയ്തിരുന്ന കേണൽ സ്പെൻസ് മൺട്രോയുടെ വീട്ടിൽ എനിക്ക് മാസം 4 പവനായിരുന്നു ശമ്പളം. ഛേ ഛേ, മോശം, വളരെ മോശം. തടിച്ച കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി കോപത്തോടെ അയാൾ അലറി. ഇത്രയ്ക്ക് കഴിവും ആകർഷണശക്തിയുമുള്ള യുവതിക്ക് ഇത്ര തുച്ഛമായൊരു തുക എങ്ങനെ ഒരാൾക്ക് നൽകാനാകും? അയാൾ പറഞ്ഞു. സർ, നിങ്ങൾ വിചാരിക്കുന്നത്ര കഴിവൊന്നും എനിക്കില്ല, ഞാൻ പറഞ്ഞു. അല്പം ഫ്രഞ്ച്, അല്പം ജർമ്മൻ, സംഗീതം എന്നിവയൊക്കെ എനിക്കറിയാം. പിന്നെ കുറച്ച് വരയ്ക്കും. ഛേ ഛേ, ഇതൊന്നുമല്ല പ്രശ്നം. ഒരു സ്ത്രീക്ക് വേണ്ട പെരുമാറ്റവും വൃത്തിയും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം. ചുരുക്കത്തിൽ അതാണ് ഏറ്റവും വലിയ കാര്യം. അതില്ലെങ്കിൽ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നിർണായകമായി പങ്കുവഹിക്കേണ്ട ഒരു കുട്ടിയെ വളർത്തുന്നതിന് നിങ്ങൾ അനുയോജ്യല്ല എന്നാണ് അർത്ഥം. നിങ്ങൾക്കതുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ 3 അക്കത്തിൽ കുറഞ്ഞൊരു സംഖ്യ നിങ്ങൾക്ക് തരുന്നത്? ഭവതി എൻ്റെ കൂടെയാണെങ്കിൽ ആണ്ടിൽ 100 പവനായിരിക്കും തുടക്കത്തിലെ തന്നെ ശമ്പളം. മിസ്റ്റർ ഹോംസ്, അനാഥയായ എന്നെപ്പോലെ ഒരുത്തിക്ക് അത്തരമൊരു വാഗ്ദാനം അവിശ്വസനീയമായി തോന്നും. ഒരുപക്ഷെ എൻ്റെ മുഖത്തെ അവിശ്വസനീയമായ നോട്ടം കണ്ടിട്ടാവാം ആ മാന്യൻ എന്തായാലും ഒരു പോക്കറ്റ് ബുക്ക് തുറന്ന് ഒരു നോട്ട് പുറത്തെടുത്തു. എന്നിട്ട് വളരെ പ്രസന്നമായി ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു, ഇതും എൻ്റെ രീതിയാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന യുവതികൾക്ക് ശമ്പളത്തിൽ പകുതി മുൻകൂറായി നൽകും. വസ്ത്രത്തിനും യാത്രാ ചെലവിനും മറ്റും അവർക്കത് ഉപകരിക്കുമല്ലോ. ഇത്ര ആകർഷണീയത്വവും ചിന്താശീലവുമുള്ള ഒരു മനുഷ്യനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്നെനിക്ക് തോന്നി. ഇതിനകം കടയിലും മറ്റും കടക്കാരിയെ തീർന്ന എനിക്ക് ഈ മുൻകൂർ ശമ്പളം വളരെ സഹായകരമായിരുന്നു. എങ്കിലും ആകപ്പാട് ഇതിലെന്തോ അസ്വാഭാവികതയുള്ളതിനാൽ അല്പം കൂടെ ചില വസ്തുതകൾ കൂടി അറിഞ്ഞിട്ട് മതി വാക്കു കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. സർ, എവിടെയാണ് താങ്കൾ താമസിക്കുന്നത്? ഞാൻ ചോദിച്ചു. ഹാംഷെയർ, സുന്ദരമായ ഒരു ഗ്രാമപ്രദേശമാണ്. വിൻചെസ്റ്ററിൽ നിന്നും 5 മൈൽ അകലെയാണ്. ശരിക്കും പറഞ്ഞാൽ കോപ്പർ ബീച്ചസ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടി, അത് ഏറ്റവും മനോഹരമായൊരു നാട്ടിൻ പുറമാണ്. പ്രിയപ്പെട്ട ഗ്രാമീണ വസതിയും. സർ, എൻ്റെ ജോലികൾ എന്തൊക്കെയാണ്? ഒരു പുന്നാര മോനുണ്ട്, കഷ്ടിച്ച് 6 വയസ്സ്, കളിക്കുന്ന കുട്ടി. ഓ, ചെരുപ്പ് കൊണ്ട് അവൻ പാറ്റയെ കൊല്ലുന്നത് നിങ്ങൾ കാണണം. ടപ്പേ ടപ്പേ ടപ്പേ. കണ്ണടച്ച് തുറക്കും മുമ്പ് 3 എണ്ണം ചാകും. കസേരയിലേക്ക് ചാരിക്കിടന്നുകൊണ്ട് കണ്ണിറക്കി വീണ്ടും അയാൾ ചിരിച്ചു. കുട്ടിയുടെ നേരം പോക്കിൻ്റെ രീതി എന്നെ അല്പം അമ്പരപ്പിച്ചു. പക്ഷേ അവൻ്റെ അച്ഛൻ്റെ ചിരിയിൽ നിന്നും ഒരു പക്ഷേ അയാൾ തമാശ പറയുകയായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഈ കുഞ്ഞിനെ നോക്കുക മാത്രമാണോ എൻ്റെ ജോലി? ഞാൻ വീണ്ടും അയാളോട് തിരുക്കി. അല്ലല്ല, അതുമാത്രമല്ല എൻ്റെ കുട്ടി, നിനക്ക് ഊഹിക്കാം, എൻ്റെ ഭാര്യ പറഞ്ഞേക്കുന്ന വല്ല ചെറിയ ജോലിയുണ്ടെങ്കിൽ അതും വൃത്തിയായി ചെയ്യേണ്ടി വരും. പ്രയാസം തോന്നില്ലല്ലോ അല്ലേ? എനിക്ക് ജോലി ചെയ്യാൻ സന്തോഷമേ ഉള്ളൂ സർ. ഞങ്ങളെക്കുറിച്ച് പറയാം. ഞങ്ങൾ ചില ആശയങ്ങളിൽ ഭ്രാന്തുള്ളവരാണ്, എന്നാൽ ദയാലുക്കളാണ്. ഞങ്ങൾ തരുന്ന ഏതെങ്കിലും വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആ ആഗ്രഹത്തിന് എതിർപ്പ് കാട്ടരുത്. ഇല്ല സാർ, അയാളുടെ വാക്ക് കേട്ടിട്ട് അമ്പരന്നുകൊണ്ട് ഞാൻ പറഞ്ഞു. അതുപോലെ ഇവിടെ ഇരിക്കൂ, അവിടെ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അതിലും വിരോധം തോന്നരുത്. ഓ ഇല്ല സാർ. അതുപോലെ ഞങ്ങളുടെ കൂടെ വരും മുമ്പ് തലമുടി കുറച്ച് മുറിച്ച് ചെറുതാക്കണമെന്ന് പറഞ്ഞാലോ? എനിക്കെൻ്റെ ചെവികളിൽ വിശ്വസിക്കാനായില്ല മിസ്റ്റർ ഹോംസ്. താങ്കൾ ശ്രദ്ധിച്ചിരിക്കാം, എനിക്ക് സാമാന്യം ഇടതൂർന്ന തലമുടിയുണ്ട്. അതും കടും തവിട്ട് നിറത്തിൽ, വളരെ മനോഹരമായ മുടി. ഉടനടി അത് മുറിച്ചു കളയുന്നതിനെക്കുറിച്ച് എനിക്ക് സ്വപ്നം കാണാൻ കൂടി കഴിയുമായിരുന്നില്ല. ഞാൻ പറഞ്ഞു, അത് അസാധ്യമായൊരു കാര്യമാണ്. അയാൾ താല്പര്യത്തോടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അത് പറഞ്ഞപ്പോൾ അയാളുടെ മുഖം മങ്ങി.